ദിവസമായിട്ട് ഈ പെട്ടി തുറക്കാൻ പറ്റാതെ കിടക്കുമായിരുന്നു കേട്ടോ. അന്ന് വീട് മാറിയേ പിന്നെ ഈ പെട്ടി തുറക്കാൻ പറ്റാതെ അവിടെ ഇരിക്കുകയായിരുന്നു. താക്കോൽ മിസ്സായിപ്പോയി. ഇപ്പം എന്തോ ഞാനൊരു ഇതിൽ തിരക്കി കിട്ടിയപ്പം കിട്ടി. അന്നേരം ഇതിൻ്റെ താക്കോൽ ഇവിടെ കിടന്നു. ഇതെന്താണെന്ന് മനസ്സിലായോ? വൈറ്റമിൻ ഇ ഗുളികയാണ്, ക്യാപ്സ്യൂൾ. അത് നമ്മുടെ ഫേസിലൊക്കെ പെട്ടാനാണ്. കണ്ടിത് കേട്ടോ, എത്ര ദിവസമായിട്ട് ഞാൻ നോക്കിയതാണെന്നറിയോ ഇതൊന്ന് കണ്ടുപിടിക്കാൻ. എന്നിട്ടെങ്ങും അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതൊക്കെ ഇത് നമ്പർ ലോക്കൊക്കെ ആയിരുന്നു. നമ്പർ ലോക്കും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതെന്ത് പണ്ടാരമായത്? നമ്പരൊക്കെ എങ്ങനെയായി കിടക്കുമെന്ന് ആർക്കറിയാം. നമ്പർ മറന്നുപോയി ഞാൻ, സത്യം പറഞ്ഞാൽ ഇട്ടിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ട് തുറക്കാൻ പറ്റുന്നില്ല. എന്താ ഇത് തുറക്കാൻ പറ്റാതെ? ഒരെണ്ണം തുറന്നു, മറ്റേ തുറക്കാൻ പറ്റുന്നില്ല. ഇതെന്താണെന്നറിയത്തില്ലല്ലോ. ഇത് തുറന്നെങ്കിൽ ഈ പെർഫ്യൂമെല്ലാം ഇതിലായിരിക്കുന്നത്. ഓക്കെ ആയി. അയ്യോ, ഇതൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ വലിയ ചൊറ കേസാ, ചൊറ. ഇതിനകത്ത് എന്തെല്ലാം ഐറ്റംസ് ആയിരിക്കുന്നതെന്നറിയോ? ഇതെന്താണെന്നറിയോ? ഇതൊരു പെർഫ്യൂമാണ്. ഉണ്ട്, ഇതൊരു പെർഫ്യൂമാണ്. എല്ലാം പെർഫ്യൂമെല്ലാം ക്യാമറ. ബാറ്ററി ഇല്ല. ബാറ്ററി ഇട്ട് ഓടുന്ന ക്യാമറയാണ്. പിന്നെ ഇതെന്തുവാ? ഇങ്ങനെ എൻ്റെ ഓരോരോ ഐറ്റംസുകളാണിത്. അപ്പോൾ ഇതെന്താണെന്നറിയോ? ചെറിയ പാട്ട് കേൾക്കുന്ന ടേപ്പ് പോലുള്ളൊരു സംഭവമാണ്. കണ്ടോ, ഇത് കണ്ടോ? അതൊക്കെ പണ്ടത്തേതാണ്. ഇത്ര ചെയ്തിട്ട് നമുക്ക് കേൾക്കാം. എവിടെയെങ്കിലും പോകുമ്പോഴും നമുക്ക് പാട്ട് കേട്ടോണ്ടിരിക്കും. എൻ്റെ ഓരോരോ ഐറ്റം. ഇതെന്തോ സോണിയുടെ ഇതൊന്നിനും ബാറ്ററി ഇല്ല. ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. ഇതൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സെറ്റുകളാണ്. ഇതും പാട്ടിൻ്റെയാണ്, സോണിയുടെ. ബാറ്ററി ഒരു ഇത് എടുത്ത് കളഞ്ഞിരിക്കുക. അന്നേരം ഇതും പാട്ട് കേൾക്കാം ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ. ഇതുകൊണ്ട് ഇതൊരു സ്പ്രേയാണ്. നല്ല സ്മെല്ലാണ്. ഇതൊക്കെ ഞാനെടുത്തു അതിനകത്ത് വെച്ചിരുന്നിട്ട് കഴിഞ്ഞിട്ട് ഞാൻ
എങ്ങനെ ഇതിനകത്തിരിക്കും? കണ്ടോ? നല്ല സ്മെല്ല. ഈ പെട്ടി തുറന്നുകൊണ്ട് ഇതൊക്കെ കിട്ടിയത്, അല്ലെങ്കിൽ അത് കിട്ടത്തേ ഇല്ല. ഇതൊരു സ്പ്രേ, പൊട്ടിച്ചിട്ട് പോലും ഇല്ല. വേറെ ഇതിലൊക്കെ ഉണ്ടോ? ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴുണ്ടല്ലോ എടുത്തുകൊണ്ട് വരുന്ന എൻ്റെ ഫോട്ടോയാണ്. പെട്ടിയിലെ ഓരോ ഐറ്റംസുകളാണ്. ഇത് ബാങ്ക് ഓഫ് ബറോഡയുടെ പാസ്ബുക്ക്, ഇത് പിന്നെ ചെക്ക്. ഇതെവിടുത്തെയാ? ഇത് ഫെഡറൽ ബാങ്കിൻ്റെ രണ്ടിയൊക്കെ രണ്ടിടത്തെ ചെക്കുണ്ട്. 2 ബാങ്കിൽ അക്കൗണ്ടുണ്ട്. അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, പൈസയൊന്നും ബാങ്കിലില്ല. അതാണ് വകുപ്പ്. ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അന്നേരം നോക്കാൻ പോയി എന്ത് സ്പ്രേ ആണ്. കണ്ടോ? ഓ, സൂപ്പർ സ്മെല്ല. സൂപ്പർ. ഇതൊക്കെ ആങ്ങള കൊണ്ട് തന്നത്. ഇതെന്താന്ന് മനസ്സിലായോ? കണ്ടോ? 25,000 രൂപയുടെ സാരിയാണ്, പട്ട് സാരിയാണ്. സാരി, ബ്ലൗസ്, സ്കേർട്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇതൊന്നും ഇപ്പം അടുക്കത്തില്ലടോ. കൈ പോലും കയറൂല്ല ഇപ്പം. ഇത് കണ്ടോ? ഇത്രയേ പോകത്തുള്ളൂ, ബാക്കി കയറത്തില്ല. ഓ, ഇപ്പം തന്നെ ടൈറ്റാ, ഊരാൻ പറ്റത്തില്ല. ഞാൻ ചുമ്മാ എടുത്ത് വെച്ച അത്രയേ ഉള്ളൂ. അന്നേരം ഇതിനി അടയ്ക്കുവാണ്, ക്ലോസ് ചെയ്ത് വെക്കുക. ഇതൊക്കെ ഇതിനകത്തിരിക്കട്ടെ. ക്യാമറയും ഇതിലിരിക്കട്ടെ, അതൊക്കെ അതിനകത്ത് ഇരുന്നുണ്ട്. വല്ലവരും ഇവിടെ വരുന്നവരൊക്കെ എടുത്തുകൊണ്ട് പോകും വന്നാലേ. സ്പ്രേ പിന്നെ പുറത്തിരിക്കട്ടെ. സ്പ്രേ പുറത്തിരുന്നില്ലേ പറ്റില്ല. അത്രേ ഉള്ളൂ സ്പ്രേ, വേറെ ഇല്ല. ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഇല്ല. കഴിഞ്ഞു. അത് കൂട്ടി കിട്ടും. ഇത് ഭയങ്കര പാടാടോ ഇത് പൂട്ടിയിടാൻ. പൂട്ടി. എന്നിട്ട് നിങ്ങൾക്കെല്ലാം കണ്ടല്ലോ എൻ്റെ ഇത് തുറക്കാതിരുന്നിരുന്നു. പെട്ടി തുറന്നപ്പം കണ്ട സാധനങ്ങൾ ഇത്. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞ സ്പ്രേ എടുക്കാനത് തുറന്നത്, വേറൊന്നുമല്ല. എന്നിട്ട് അത് കിട്ടി. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.